ബ്ലാങ്ങാട് കവർച്ച നടത്തിയത് വീടിനെക്കുറിച്ച് അറിയാവുന്നവർ എന്ന് സംശയം. വീണ്ടും ഒരു കവർച്ച. ചാവക്കാട് കല്ലു ബ്ലാങ്ങാട് ആണ് കവർച്ച നടന്നത്. വീട്ടിലുള്ളവർ കല്യാണത്തിന് പോയി പുറത്തു വരുന്നതിനിടയിൽ 4:00-നും രാത്രി 9:00-നും ഇടയിലാണ് കവർച്ച നടന്നത്. മോഷ്ടാവ്, ഈ വീട്ടിൽ CCTV ഉണ്ട്. മോഷ്ടാവ് ഈ വഴിയിലൂടെ കടന്ന് മതിലിലൂടെ ഇതിന് മുകളിലേക്ക് കയറി വീടിന് പുറകിലേക്ക് എത്തുകയായിരുന്നു. വീടിന് പുറകിലെത്തിയാൽ നമുക്ക് ആ ദൃശ്യം കാണാൻ സാധിക്കും. വീടിന് പുറകിലെത്തി ഇവിടെ ഒരു ഗ്രില്ലുണ്ട്. ഈ ഗ്രിൽ പൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഗ്രിൽ വിരലുകൾ കൊണ്ട് പുറത്തുനിന്ന് വിരലുകൾ കൊണ്ട് ഗ്രില്ല് തുറന്നതിന് ശേഷം മോഷ്ടാവ് ഇവിടേക്ക് എത്തുകയായിരുന്നു. ഇവിടെ എത്തി എല്ലാ വീടുകളിലും കാണാം നമുക്ക് ടെറസിന് മുകളിലേക്ക് കടക്കാനുള്ള ഒരു വാതിലുണ്ടാവും. ഈ വാതിലകത്തുനിന്ന് കുറ്റിയിട്ടുണ്ടായിരുന്നു. ഈ വാതിലിൽ ഉറക്കെ അടിക്കുകയായിരുന്നു. ആ അടിയുടെ ആഘാതത്തിൽ അതിന് മുകളിലുള്ള കുറ്റി, ഒരു കാര്യം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതാണ്. എത്രമാത്രം ഈ വീടിന് പിറകിൽ വെക്കുന്ന വാതിലിന് എത്രമാത്രം സുരക്ഷയുണ്ട് എന്നുള്ളത്. ഇവിടെയുള്ള ആ സാക്ഷ അത് തെറിച്ച് വീഴുകയായിരുന്നു. ഇതിലൂടെ ഈ മോഷ്ടാവ് താഴേക്ക് ഇറങ്ങി, ഈ കോണിപ്പടിയിലൂടെ താഴേക്ക് ഇറങ്ങി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൃത്യമായി അറിയാൻ സാധിക്കുന്ന, സ്ഥലത്തെക്കുറിച്ച് അറിയാൻ സാധിക്കുന്ന ഒരാളാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാതെ ഇത്ര കൃത്യമായി എവിടെയാണ് സ്വർണം ഇരിക്കുന്നതെന്നും തിരിച്ചറിയാൻ സാധിക്കുകയില്ല. ഇവിടെ ഇറങ്ങിയതിന് ശേഷം ഈ മുറിയിലെ അലമാരയിലാണ് ആഭരണങ്ങൾ സൂക്ഷിച്ചിരുന്നത്. ഈ മുറിയിലെ അലമാരയിൽ നിന്ന് ആഭരണങ്ങൾ 5.5 പവനോളം സ്വർണം, അല്ലെ? 5.5 പവൻ സ്വർണം, അല്ലേ? 5 പവനോളം വരും. ഈ വാതിൽ പൂട്ടിയിരുന്നു? ഈ വാതിൽ പൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളൊരു 9-10 കൂടിയിട്ടാണ് കല്യാണം കഴിഞ്ഞിട്ട് വന്നത്. അപ്പോൾ വന്നപ്പോഴാണ് മോളിലത്തെ ഡോറ് തുറന്ന് എടുക്കണതും പിന്നെ ഈ റൂമിൽ അലമാര തുറന്ന് എടുക്കണതും സാധനങ്ങളൊക്കെ. ഡ്രസ്സൊന്നും വലിച്ചിട്ടിട്ടില്ല, പക്ഷേ ഉള്ളിലത്തെ ലോക്കറിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന പെട്ടികളും കാര്യങ്ങളൊക്കെ താഴെ കിടക്കുമായിരുന്നു. കൃത്യമായി തന്നെ സ്വർണ്ണമിരിക്കുന്ന ഇടം അറിയാവുന്ന ഒരാളെ പോലെയാണ് കവർച്ച നടത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മേഖലയിൽ കല്ലു ബ്ലാങ്ങാട് മേഖലയിൽ സമീപകാലത്ത് കവർച്ചയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല. കയ്പമംഗലം മേഖലയിൽ, തീരമേഖലയിൽ ധാരാളം കവർച്ചകൾ നമ്മൾ സമീപകാലത്തായി കേൾക്കുന്നതാണ്. എന്തായാലും ജാഗ്രതയോടെ ഇരിക്കണം. സ്വർണ്ണത്തിന് വില കൂടിയതോടുകൂടി മോഷ്ടാക്കളുടെ എണ്ണവും മോഷണങ്ങളും ഏറിയിട്ടുണ്ട്. TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷ്കിനോടൊപ്പം മുകേഷ് ലാൽ.